السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تطهر في بيته ثم مشى إلى بيت من بيوت الله ليقضي فريضة من فرائض الله كانت خطواته إحداهما تحط خطيئة والأخرى ترفع درجة. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിലെ 6666 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഓരോ മുസ്ലിമും വളരെ കാര്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ഓർമ്മയിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഹദീസാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അസ്സലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും തോന്നുമ്പോൾ, കൂടുമ്പോൾ, സൗകര്യം ഉണ്ടാകുമ്പോൾ, ഇഷ്ടം ഉണ്ടാകുമ്പോൾ, താല്പര്യം ഉണ്ടാകുമ്പോൾ ചെയ്യാനുള്ളൊരു ഇബാദത്തായിട്ട് നിശ്ചയിച്ചിട്ടില്ല. അത് നമുക്കൊക്കെ അറിയാലോ. ഇന്ന സ്വലാത്ത കാലത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ഏതെങ്കിലും ഒരു ഇബാദത്ത് അല്ലാഹു വഖത്ത് അനുസരിച്ച് ഇന്ന മണിക്കൂറിൽ ഇത്രാമത്തെ മിനിറ്റിൽ നിർവഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരമാണ്. അതിന്റെ സമയത്ത് നിർവഹിക്കാമെന്നാണ്. ആ നിസ്കരിക്കാത്ത ആളുകളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഈ പള്ളിയിൽ ഇമാമ് നിസ്കരിക്കാൻ ഇമാമായിട്ട് ഞാൻ വേറൊരാളെ വെച്ചിട്ട് ഞാൻ ആ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്ത വീടുകളൊക്കെ തെരഞ്ഞു പിടിച്ച് അവിടെയൊക്കെ പോയിട്ട് മരത്തിന്റെ വിറകുകൾ കത്തിച്ചു കൂട്ടിയിട്ട് അവരുടെ വീടടക്കം അവരെ കരിച്ചു കളഞ്ഞെങ്കിലോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ നടപ്പിലാകുമോ? ഇല്ല. പക്ഷെ ഓരോ മഹലിലും തീരുമാനിക്കാം. മഹൽ എന്ന് പറഞ്ഞാൽ പള്ളിയുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളാണ്. എന്ത് തീരുമാനിക്കാൻ? കൃത്യമായി 5 വക്തിന് എത്തിയിട്ടില്ലെങ്കിൽ പോലും നാട്ടിലുണ്ടാകുമ്പോൾ സുബ്ഹ് എന്നൊരു വക്തുണ്ടല്ലോ, എല്ലാവരും ഉണ്ടാകുന്നൊരു സമയം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വക്ത് അലക്ഷ്യമായിട്ട് ഇങ്ങനെ കാറ്റിലെ അപ്പൂപ്പൻ താടികളെ പോലെ പറന്നു നടന്നിട്ടും പള്ളിക്കാട്ടിലെത്തണമെങ്കിൽ പള്ളിക്കാട്ടിലുള്ള കബറിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടിയുണ്ട്, മയ്യത്ത് കെട്ടില്ല. അതിൽ പിടിച്ച് കിടത്തിയിട്ട് 3 കെട്ടും കെട്ടിഞ്ഞ് എഴുന്നേൽക്കൂല എന്ന് കാണുമ്പോൾ മാത്രം പള്ളിയിൽ എത്തുന്ന ആൾക്കാരുണ്ടാവും. അത്തരം ആളുകളോട് മഹല്ല് കമ്മിറ്റിക്ക് പറയാൻ പറ്റണം, നിങ്ങളുടെ വീട്ടിലൊരു മരിപ്പ് നടന്നാൽ ഈ പള്ളിയിൽ നിന്ന് ഒരാൾ അങ്ങോട്ട് വരൂല. അവിടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഇവിടുന്ന് കൂടാൻ ആളുണ്ടാവൂല. ഈ പള്ളിയിൽ നിങ്ങൾ അംഗമാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ പള്ളിയോടുള്ള ബാധ്യത കേവലം മാസം കൊടുക്കുന്ന 100 രൂപ എന്ന അവരെ ഔദാര്യമാകുന്ന മെമ്പർഷിപ്പോട് തീരൂല. പിന്നെന്താ മഹലിലുള്ള ആൾക്കാരുടെ ബാധ്യത? അവിടെ ജമാഅത്ത് നടക്കണം. അങ്ങനെ നടന്നാൽ നമ്മുടെ നാട്ടിലുള്ള പള്ളി ഇത് പോരാ. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് ഞാനും നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി അവിടെ ജമാഅത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്, അതിന് 27 ഇരട്ടി കൂലിയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ ആൾക്കാരാണ്. 20 മുതൽ 27 ഇരട്ടി വരെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ജമാഅത്തി അഫ്ളലു മിൻ സ്വലാത്തുൽ ഫർദി 27 ദറജ. കൂലി അല്ല പറഞ്ഞു കേട്ടോ, ദറജയാണ് പറഞ്ഞത്. ഒരു നേരം നിസ്കരിക്കാൻ, ളുഹർ നിസ്കരിക്കാൻ തന്നെ നമ്മൾ എന്തൊരു പ്രയാസപ്പെടണം. അങ്ങനത്തെ നമ്മളോട് പള്ളിയിൽ വന്നിട്ട് പറയാ 2 പ്രാവശ്യം കൂടി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ആ പള്ളിയിൽ നമ്മൾ ചവിട്ടൂല. അവിടെയാണ് റസൂൽ പറഞ്ഞത് 27 പ്രാവശ്യം എന്നല്ല, 27 ഇരട്ടി എന്നാ പറഞ്ഞത് കൂലി തരാം. എങ്ങനെ? ഈ ഹദീസിൽ പറയാ, മൻ തതഹറ ഫീ ബൈതിഹി, അവനവന്റെ വീട്ടിൽ നിന്ന് ആര് തഹൂറാകുന്നു, ആ തഹൂറിന്റെ പേരാണ് ഉളു എന്നുള്ളത്. വീട്ടിൽ നിന്ന് ഉളു ചെയ്തു, സുമ്മ മശാ, എന്നിട്ട് നടന്നു. ഒന്ന് വാഹനമുണ്ട്, അപ്പൊ ആ വാഹനത്തിനും നടത്തത്തിനും ഒക്കെ നമുക്ക് പേര് പറയാം. നടക്കുകയാണെങ്കിൽ കാലോട് നടക്കുന്നു, അതിനൊരു ചുവടുവെപ്പുകൾ എന്ന് പറയാം. വാഹനത്തിലാണെങ്കിലോ ഒരു വീൽപാട്, അങ്ങനെ കണക്കാക്കാം. നടന്നാൽ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്ന് ഏത് സ്ഥലത്ത് വെച്ചാണോ അയാളുടെ ചെവിയിൽ ഇത് അനുസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് വിജയം വരിക്കുവാൻ ആവശ്യമായത് ഈ സ്വലയാണ്, ഇതിലേക്ക് കടന്നു വരൂ എന്നുള്ള ആ നിദാ,
അദാൻ കേൾക്കുന്നത് അവൻ അവിടെ പോകണം. അങ്ങനെ പോയാൽ എന്തിനാ? ലിയഖ്ളി ഫരീളതൻ മിൻ ഫറാഇലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ഫർളാക്കിയ ഫർളുകളിൽ ഏതെങ്കിലും ഒന്ന്, ഫജ്റാകാം, ളുഹറാകാം, അസ്റാകാം, മഗ്രിബാകാം, ഇശാആം, ഇതിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞു എത്തിക്കഴിഞ്ഞാൽ കാലത്ത് ഖുത്വാതുഹു, അവൻ നടന്ന, ഒരുപക്ഷെ പള്ളിയുടെ മുമ്പിൽ വണ്ടി വെച്ചിട്ടുണ്ടാവും, അവിടെ നിങ്ങൾ നടന്ന കൂട്ടിക്കോ, ഒരു കാൽ ചുവട് വെച്ചു കഴിഞ്ഞാൽ അയാളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുന്നു. മറ്റൊരു ചുവടുവെപ്പിൽ അയാളുടെ ജീവിതത്തിൽ വന്നു പോയ ഒരു പാപം അല്ലാഹു കൊഴിച്ചു കളയുകയും ചെയ്തു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി റാഅ റാഹ, രാവിലെയോ വൈകുന്നേരമോ ഒരാൾ ഒരു പള്ളിയിലേക്ക് പോവുകയാണെങ്കിൽ അഅദ്ദല്ലാഹു ലഹു ജന്ന ഫിൽ ജന്നത്തി നുസുലൻ, അയാൾക്ക് സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൽക്കാരം ഒരുക്കി വെച്ചിട്ടുണ്ടാവും. കുല്ലമാ റാഹ ഔ ഗദാ, രാവിലെയോ വൈകുന്നേരമോ അയാൾ പോയിക്കൊണ്ടിരിക്കുന്ന അത്രയും കാലത്തോളം. അതോടൊപ്പം തന്നെ റസൂൽ പറഞ്ഞു, പാപങ്ങൾ അടർന്നു വീഴുന്ന, അതോടൊപ്പം തന്നെ ദറജകൾ ഉയർന്നു പോകുന്ന ഒന്നുകൂടിയാണ് നിസ്കാരം. അത് അവനവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അമലായി തന്നെ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതത്തിനിടയിൽ നിർവഹിക്കാവുന്ന ഓരോ ഇബാദത്തും അതിന്റെ സമയത്ത് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ അപാകതകളും അല്ലാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. പാദങ്ങൾ ഉയരുന്ന, പദവികൾ ഉയരുന്ന, പാപങ്ങൾ കൊഴിയുന്ന നമസ്കാരത്തിലേക്ക് നടന്നെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസിൻ ബിറല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.